ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തെല്ലാം ആഹാരം ശ്രദ്ധിക്കണമെന്ന് സാധാരണ പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണയായിട്ട് പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം, അതുപോലെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും കൂടുതലുള്ള ആഹാരമാണ് നമ്മൾ പൊതുവെ ഫെർട്ടിലിറ്റി കൂട്ടുന്നതായിട്ട് പറയാറുള്ളത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ലീൻ മീറ്റ്, അതായത് ചിക്കൻ, എഗ്ഗ്, ഫിഷ് തുടങ്ങിയവ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, കടല, ബീൻസ് തുടങ്ങിയവയെല്ലാം കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, തക്കാളി, ബ്രൊക്കോളി, ക്യാരറ്റ് തുടങ്ങിയവയെല്ലാം ആന്റി ഓക്സിഡന്റ് വൈറ്റമിൻസ് കൊണ്ട് സമ്പുഷ്ടമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ആഹാരവും കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. സീഡ്സ് എന്ന് പറയുമ്പോൾ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ് തുടങ്ങിയവ 1-1.5 സ്പൂൺ ഒരു ദിവസം എടുക്കുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ആന്റി ഓക്സിഡൻസും കിട്ടാനായിട്ട് വളരെ സഹായകരമാണ്. നട്ട്സ് ആണെങ്കിൽ ഒരു 6 to 8 ബദാം അല്ലെങ്കിൽ 6 to 8 കാഷ്നട്ട് അല്ലെങ്കിൽ വാൾനട്ട്സ് ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാതിരിക്കാം എന്നുള്ളത്. സാധാരണയായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ആഹാരങ്ങളെല്ലാം മിതമായ അളവിൽ കഴിക്കാമെന്നാണ് പറയാറുള്ളത്. എന്നാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരം ഇൻക്ലൂഡിംഗ് വൈറ്റ് ബ്രെഡ്, പിസ്സ, പാസ്ത, ബേക്കൺ, സോസേജ്, ക്യാൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ ലൈക്ക് കൊക്കക്കോള, പെപ്സി പോലെയുള്ള ക്യാൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസുകൾ, ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ഫ്രൂട്ട് ജ്യൂസുകൾ തുടങ്ങിയവ ഫെർട്ടിലിറ്റിക്ക് ഹാംഫുൾ ആണ്. അതുപോലെ കോഫി, ടീ എല്ലാം ഒരു 300 milligram പെർ ഡേ, അതായത് ഓൺ ആൻ ആവറേജ് ഒരു 2 cups പെർ ഡേയിൽ കൂടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്.